ഹലോ ഗായ്സ്, ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ 2 ദിവസമായിട്ട് തൃശ്ശൂർ ജില്ലയിൽ മുടക്കുണ്ടായിരുന്നു കേട്ടോ. സ്കൂളുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല മഴ കാറ്റായിരുന്നു അധികം കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത്തിരി തോർച്ചയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും നല്ല മഴ തന്നെയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ മഴയൊന്നും ആസ്വദിച്ചതാണ്. പക്ഷേ ഇപ്പോൾ മഴ ആസ്വദിക്കാനായിട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ 6 മണിയായപ്പോൾ മോനെ എണീറ്റ് ട്യൂഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പതിവ്. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കാപ്പി ഇട്ട് കഴിക്കാൻ വിചാരിച്ചു. ഒരു കാപ്പി കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വിചാരിച്ചു. അപ്പോൾ ഞാൻ രാവിലെ ഇപ്പോൾ സ്ഥിരമായിട്ട് കാപ്പിയായിട്ട് ഉപയോഗിക്കുന്നത്. ചായ കുറച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിനായിട്ട് നല്ലതാണല്ലോ കാപ്പി ഉപയോഗിക്കുന്നത്. പക്ഷെ പഞ്ചസാര ഞാൻ കുറച്ചിട്ടില്ല. പഞ്ചസാര കുറയ്ക്കണം. അപ്പോൾ അങ്ങനെ കാപ്പിയൊക്കെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇരുന്ന് സമാധാനത്തിൽ കഴിക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കറി വെക്കാനായിട്ട് ഗ്രീൻ ബീൻസ് ആയിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തലേദിവസം തന്നെ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുപ്പൊക്കെ കത്തിച്ച് അരിക്ക് വെള്ളം വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രീൻ ബീൻസൊക്കെ കഴുകി വേഗം തന്നെ കുക്കറിൽ ഇടാനായിട്ടുള്ള തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഒരു പണികളൊക്കെ കഴിഞ്ഞിട്ട് അക്ഷയയിലേക്ക് പോകണം. അപ്പോൾ അത് ഇന്ന് പോകണം കേട്ടോ. ഉച്ചയാകുമ്പോൾ പോകണം. അപ്പം ഇനിയിപ്പോൾ കറിയിലേക്ക് ഞാൻ സബോളയും വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചീഞ്ചട്ടി ഞാൻ അടുപ്പത്തോട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്യാസൊന്നും വെച്ചില്ല കേട്ടോ. അപ്പോൾ ഈ സമയത്ത് റോട്ടിലൊരു കുഞ്ഞൊരു പൂച്ചക്കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം മഴ ഒത്തിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആരോ വഴിപോക്കരാന്നുണ്ട്. അതായത് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ആ റോട്ടിൽ വെച്ചിട്ട് പോയി അവർ. ഞങ്ങൾ കണ്ടില്ല. അവിടെ ഉള്ളൊരു ചേട്ടന്മാർ പറയുന്നു കേട്ടോ, ഞങ്ങൾ നോക്കാൻ പോയിട്ട്. അപ്പോൾ ഇത് ഭയങ്കര ഒരു കുഞ്ഞു പൂച്ചയായിരുന്നു. അപ്പോൾ അതിൻ്റെ കരച്ചിൽ കേട്ടിട്ട് കേട്ടോ ഞങ്ങളിപ്പോൾ ഇത് പോയി നോക്കണത്. സത്യം പറഞ്ഞാൽ പാവം തോന്നിയിട്ട് ആ പൂച്ചക്കുട്ടിനെ എന്തിനാ ഇവരിങ്ങനെ റോട്ടിൽ കൊണ്ടിട്ടേന്നല്ലേ. അതും ഇത് വണ്ടി നല്ല ബസ്, തൃശ്ശൂർക്കുള്ള ബസ്സൊക്കെ പോണ വലിയ വലിയ വണ്ടികളൊക്കെ പോണ റോഡാണ്. അപ്പോൾ ഞാൻ ആദ്യം നോക്കിയപ്പോൾ തന്നെ ഇതാകെ പേടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. റോട്ടിൽ വണ്ടി ഇടിച്ചാണ് സത്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ വേഗം ഇതിനെടുത്തിട്ട് അങ്ങോട്ട് ആ പുല്ലിൻ്റെ അവിടേക്ക് ഞാൻ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കരച്ചിൽ കേട്ട് പാവം തോന്നിയിട്ട് ഞങ്ങൾ നോക്കാൻ പോയില്ല. അപ്പോൾ ഇതിന് കാണാനില്ല. ആ പുല്ലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കയറിപ്പോയി ഇരുന്നു. അപ്പോൾ എൻ്റെ ചെറിയ മോൻ പറയുന്നുണ്ടായിരുന്നു, അമ്മ അതിനെ എടുക്കാൻ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ ഇല്ല, കാണാനില്ല, ഇത് നോക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോന്നു. ഞാൻ ചീഞ്ഞിട്ട് അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വേഗം വന്നിട്ട് സബോളയൊക്കെ വാട്ടിയിട്ട് ഒക്കെ റെഡിയാക്കാനായിട്ട് നിന്നിട്ട്. അപ്പോൾ ഒരാൾക്ക് ചേട്ടന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഒരാൾക്ക് ചോറ് കൊണ്ടുപോകണം, ബാക്കിയായിരിക്കും ചോറിന് കൊണ്ടുപോകണ്ടല്ലോ സ്കൂളിലത്തെ കാര്യം തന്നെ. ഞാൻ വേഗം സബോളയും തക്കാളിയും ഒക്കെ വാട്ടിയിട്ട് പിന്നെ അതിലേക്കുള്ള പൊടികൾ, മസാലപ്പൊടിയും കുറച്ച് കുരുമുളകും എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തിട്ട് നമ്മുടെ ഗ്രീൻ ബീൻസ് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇത്തിരി ചാറെടുക്കാനായിട്ടോ എടുത്തേക്കണത്. അപ്പോൾ നല്ല ചോറിലേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പം ഇട്ട് കൊടുക്കണ്ടാട്ടോ. മറ്റേ പെരുംജീരകവും കുരുമുളകും മസാലയൊക്കെ പൊടിച്ചിട്ടാട്ടോ അതിൽ ഇട്ട് കൊടുത്തത്. അങ്ങനെ നമ്മുടെ കറി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കറിക്ക് തിളച്ച് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറൊക്കെ ആക്കി പോകാനായിട്ടുള്ള ചോറ്റുപാത്രത്തിൽ ചോറും കൂട്ടാനൊക്കെ ആക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചേട്ടനും പോകട്ടോ. അപ്പം ഞാൻ പറയായിരുന്നു വേഗം പോവാം, നമുക്ക് അക്ഷയയിലേക്ക് പോകണം, വേഗം റെഡി ആയിക്കോ, കുളിച്ച് റെഡി ആയിക്കോ എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വീഡിയോ പിടിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത്തിരി ചോറൊക്കെ എടുത്തുണ്ട്. കാലത്ത് ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, ചോറിന് കഴിച്ചത്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണി ഉണ്ടായിരുന്നു അലക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത്തിരി വെയിൽ തെളിഞ്ഞു. പക്ഷേ ഈ വെയിലൊക്കെ പറ്റിക്കണ വെയിലാട്ടോ മനുഷ്യനെ. വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ മഴക്കാരൊക്കെ കയറി വന്നു. ഇത്തിരി വെയിൽ തെളിഞ്ഞപ്പോൾ ഇവിടുത്തെ പൂച്ചക്കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാ നമ്മുടെ ഈ പൂച്ചക്കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കാൻ നിൽക്കണ നേരത്ത് ആ റോട്ടിലത്തെ പൂച്ചയുടെ സൗണ്ട് അതിങ്ങനെ ഇരുന്ന് കരയായിരുന്നു കേട്ടോ. കരഞ്ഞ് സൗണ്ട് ഇല്ലാണ്ടായി. അപ്പോൾ പോയി അതിനെ കൂടെ എടുത്തുകൊണ്ട് വന്ന്, ഇനിയിപ്പോൾ മഴ നനയണ്ട, എന്നാലും എന്തെങ്കിലും ചോറ് പൂച്ചകൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിനും ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അതിന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടോ. ചെറിയ ആളായിട്ട് എടുത്തുകൊണ്ട് വന്നത്. അവനായിട്ടാ ഈ പൂച്ചേനെ പ്രാന്ത്. ഇനി എടുക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പം പിന്നെ എടുത്തുകൊണ്ട് കൊണ്ടുവന്നു. പാവല്ലേ, നമുക്ക് നല്ല മഴയും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ.
അപ്പം ഇതാണെങ്കിൽ പിടിക്കാൻ സമ്മതിക്കില്ല, ഓടണ് കിടന്നിട്ട്. ഓടണമെന്നല്ല, പേടി. അത് വണ്ടിയുടെ ഇടയിലൊക്കെ നിന്നിട്ടാണ് തോന്നുന്നത് പേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ പൂച്ചേനൊക്കെ നോക്കി. അപ്പോൾ അത് ആദ്യമൊക്കെ ഭയങ്കര ചീറലായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പം നമ്മളെ ഒത്തിരി അടക്കം വന്നു തുടങ്ങി. അങ്ങനെ ഇപ്പോൾ സമയം ഇത് കുറച്ച് നേരം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, വേഗം ഉച്ചക്കാലത്തേക്കുള്ളതും കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കേക്കുള്ളതും ഭക്ഷണം കഴിച്ചിട്ടാട്ടോ പിന്നെ ഞങ്ങൾ അക്ഷയയിലേക്ക് പോയത് തന്നെ. അപ്പോൾ ഒരു മണി 1 മണിയായപ്പോഴാണ് ഞങ്ങൾ അക്ഷയയിലേക്ക് പോയത്. അപ്പോൾ രാവിലെ തന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആധാർ കാർഡ് ശരിയാക്കാനായിട്ട്. പിന്നെ അത് റേഷൻ കാർഡ് ഇതാക്കാനായിട്ടോ, മസ്റ്റ് ചെയ്യാനായിട്ടാണ് പോകണത്. അപ്പോൾ ഇവരുടെ ആധാർ കാർഡൊക്കെ അപ്ഡേറ്റ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ശരിയാക്കണം പോകുമ്പോൾ. അപ്പോൾ കാലത്തിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു പോരെ, ശരിയാക്കാൻ പോകും. അപ്പോൾ ഇപ്പോൾ നല്ല മഴക്കാർ കയറി വരുന്നുണ്ട്. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾക്ക് മഴ കിട്ടിയില്ല. അത് കാരണം ഒരു ഭാഗ്യം. വരുമ്പോഴായാലും പോകുമ്പോഴായാലും മഴയൊന്നും അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ ബസ് കാത്ത് നിൽക്കണ നേരമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇത് റോഡ് സൈഡിലാട്ടോ ബസ് കാത്ത് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ബസ്സൊക്കെ വേഗം കിട്ടിയിട്ടാണ്. പിന്നെ സ്ഥലവും കിട്ടിയിരിക്കാനായിട്ട്. ഞങ്ങൾ പോണത് ആധാർ കാർഡ് ശരിയാക്കാൻ പോയത് പാലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലൊക്കെ എത്തിയിട്ട് അപ്പോൾ അവിടെ കണ്ടിട്ടോ ഇന്ന് കാലത്ത് ആരാണോ കണി കണ്ടതിന് പിടുത്തില്ല. നമ്മളൊക്കെ ചെല്ലിനോടത്തൊക്കെ ഇങ്ങനത്തെ ഓരോ ഇതായിരുന്നു. ഇതൊരു പ്രാവ് അതിൽ പറക്കാൻ വയ്യ. അത് ഈ റോട്ടിൽ നിന്ന് അപ്പുറത്തേക്ക് ഇടമുറിഞ്ഞ് പോവുമായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് അതിനെ മറ്റേ എന്താ പറയുക, വണ്ടിയൊന്നും ഇടിക്കാണ്ട് അരി പിടിച്ചതങ്ങനെ ഒതുങ്ങി പോയി അത് പാവം. അപ്പോഴും ഞാൻ പറഞ്ഞു എന്താണാവുമെന്ന് കാലത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടേന്. പിന്നെ ഞങ്ങൾക്ക് വേഗം പാലക്കിലേക്കുള്ള ബസ്സും കിട്ടിയിട്ടാണ്. പാലക്കൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അക്ഷയ കേന്ദ്രത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ചെന്നപ്പിന്നെ ചീത്തോട്ടുന്നില്ല എത്ര നേരം വൈകും ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ആധാർ കാർഡിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചി വിളിക്കുമ്പോൾ ചെയ്യുമ്പോൾ അപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഈ പേര് ചേർക്കാനും അങ്ങനെ ഓരോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഓരോരുത്തരുണ്ടായിരുന്നു. അപ്പോൾ ഒരാളെ വിളിച്ചു. അപ്പം അത് ശരിയാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അടുത്ത ആളെ വിളിച്ചു. അങ്ങനെ 2-3 വട്ടം വിളിച്ചിട്ടാട്ടോ അത് ശരിയായി തന്നെ, അപ്ഡേറ്റ് ചെയ്ത് തന്നെ. അപ്പോൾ ഇവനെ രണ്ടാമത്തെ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ മൂത്തമ്മൻ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് ആധാർ കാർഡൊക്കെ ശരിയാക്കി കൊടുത്ത് പിന്നെ കടലാസൊക്കെ കിട്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ പൈസയും കൊടുക്കണ്ടേ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ബൈ.